ആരംഭിക്കുകയാണ്. അതിനായി ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും പ്രൊമോട്ടേഴ്സിനെയും വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗ്രൂപ്പിന്റെ മീറ്റിംഗായി നമ്മളോട് കൂടിയിരിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വികാരിയച്ഛൻ അവർ ഫോണത്തിനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആശംസ അർപ്പിക്കുന്നതിനായി PCC മെമ്പർ ഷിബു സാറിനെയും സ്വാഗതം ചെയ്യുന്നു. PCC member Jogi Angadev സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിനായി നിതിൻ മനേഷ് അരിമാവനെ സ്വാഗതം ചെയ്യുന്നു. ആശംസ ഇവിടെ എത്തിയ പ്രൊമോട്ടർ വൈദ്യ സിസ്റ്റമെ സ്വാഗതം ചെയ്യുന്നു. ഹെഡ്മാസ്റ്റർ ജോസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കലാപര പരിപാടികൾ ഞങ്ങളുടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൊമോട്ടർ PCC മെമ്പേഴ്സ് മതാധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ 2024-25 വിശ്വാസ പരിശീലന വർഷത്തിലെ അർത്ഥവാക്യം പ്രാർത്ഥന വളരണമെന്നാണല്ലോ. പ്രാർത്ഥന അടിമുറിച്ച് ഒരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് സധൈര്യം വളരാൻ നമുക്ക് കഴിയണം. ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥന ചൊല്ലാൻ നമ്മൾ ഉത്സാഹരായിരിക്കണം. പ്രാർത്ഥന ഈശോയുമുള്ള സ്നേഹ സംഭാഷണമാണ്. ഇത്രയും പറയാൻ നിർത്തുന്നു. നമ്മുടെ ഗ്രൂപ്പിന്റെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന സെക്കൻഡ് ഗ്രൂപ്പ് ലീഡർ ഏഞ്ചൽ ഷാജി മാമിനെ ക്ഷണിക്കുന്നു. ഈശ്വരനെ വ്യക്തികളെ ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒന്നാം ഗ്രൂപ്പിന്റെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാനാണ്. അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസമാണ്
സ്വാതന്ത്ര്യം ആഘോഷിച്ചത്. അതുപോലെ തന്നെ മാതാവിന്റെ സ്വകാര്യത്തിനാണ് ആഘോഷിച്ചത്. മാതാവിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മാതാവിനെ പോലെ സ്വജീവിതത്തിൽ വിശുദ്ധിയിൽ വളരാൻ നമുക്കും കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം ഗ്രൂപ്പിനെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ അറിയിക്കുന്നു. നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി പ്രൊമോട്ടർ ഷിബുസാരി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വികരിച്ച സെക്രട്ടറി സിസ്റ്റർ, HM, ഗ്രൂപ്പ് ലീഡേഴ്സ്, ഗ്രൂപ്പിന്റെ പ്രതിനിധികളെ, സ്നേഹമുള്ള കുട്ടികളെ, ബ്രദർ സിസ്റ്റർ, സ്നേഹമുള്ള കുട്ടികളെ, വളരെ മനോഹരമായിട്ട് നിങ്ങൾ ഇവിടെ ഈ പ്രോഗ്രാം ആസൂത്രണം ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. നിങ്ങളും ഞാനും ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഓരോ പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തും അതുപോലെ തന്നെ പ്രോഗ്രാമുകളിൽ ആങ്കർ ചെയ്തും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും സ്വാഗതം പറഞ്ഞുകൊണ്ടും കൃതജ്ഞത പറഞ്ഞുകൊണ്ടും ഒക്കെയാണ് ഞാനും വളർന്നു വന്നത്. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പ്രോഗ്രാമുകളിലൂടെയാണ് വളർന്നു വരുന്നത്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകുകയാണ്. HMന്റെ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത്. സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും എന്ത് ആക്ടിവിറ്റി ഉണ്ടെങ്കിലും എല്ലാത്തിനും നിങ്ങളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ ആ വളർച്ചയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വളർന്നു വരികയുള്ളൂ. എന്ത് തെറ്റുണ്ടെങ്കിലും അത് നാളെ അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഒത്തിരി നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പ്രൊമോട്ടേഴ്സ്, പ്രിയപ്പെട്ടവരുടെ ടീച്ചേഴ്സ്, എല്ലാവർക്കും ആദ്യമായിട്ട് ഒന്നാം ഗ്രൂപ്പിനെ ഞാൻ നന്ദി പറയുകയാണ്. കാരണം എന്നെ ആശംസ അറിയിക്കാൻ വേണ്ടി വിളിക്കുന്നത്. അതുകൂടെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യും. എല്ലാവരും നല്ലതായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ പരിപാടി അവതരിപ്പിക്കുന്ന ഒന്നാം ഗ്രൂപ്പിലെ കുട്ടികൾക്കും ഒന്നാം ഗ്രൂപ്പിന് പ്രത്യേകിച്ച് എല്ലാവർക്കും ആശംസകൾ നൽകും. നമുക്കൊരു നല്ല സന്ദേശം നൽകുവാനായി ബഹുമാനപ്പെട്ട വികാരച്ചനെ വേദിക്ക് സാധിച്ചു. കുട്ടികളെ, നല്ല സന്ദേശമാകണമെന്ന് പറഞ്ഞിരിക്കുന്നു. നല്ലതാണോ ചീത്തയാണോ എന്നുള്ള നിർവചനം എങ്ങനെയാണെന്ന് ഇതൊരു ടൈം ബൗണ്ട് പ്രോഗ്രാമാണെന്ന് ഞാൻ മനസ്സിലാക്കും. 3 മിനിറ്റിന് ചെറുപ്പം ഇല്ലേ, ഞാൻ വരുന്ന മിനിറ്റിന് ശരിയല്ല. ഇവിടെ പോയിന്റുകളും മാർക്കുകളും കുറയ്ക്കാൻ ഞാൻ കാരണക്കാരാണ്. ഷിബു സാറ് പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ വളർച്ചയുടെ ചവിട്ടുപടികൾ. നിങ്ങളുടെ മീറ്റിങ്ങുകൾ എന്നെ വൈദിക ജീവിതത്തിലെ ഏറ്റവും മർമാർത്ഥമായ കാലഘട്ടമില്ലാതെ എനിക്ക് കോൺഫിഡൻസോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി എന്തെങ്കിലും ചെയ്യാനുള്ളതായ പ്രേരണ നൽകിയ വഴിയില്ല. ഞങ്ങൾക്കൊരു ഗുണമുണ്ടായിരുന്നു. മറ്റുള്ള പ്രദേശങ്ങളും കിട്ടാതില്ല. ഞങ്ങളെ മന്ദരപ്രസംഗാൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾ പഠിക്കും. അപ്പോൾ എല്ലാ ആഴ്ചയും 4 ചെമ്മാച്ചന്മാരാണ് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ ഹൃദയ വേടപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒത്തിരി അവരെ കൊണ്ടുവരിക. അതാണ് ഞങ്ങൾക്ക് വിശ്വാസത്തിന് കൂടുതൽ ഗുണം ചെയ്ത് തന്നെയാണ്. റിപ്പോർട്ട് എടുക്കുക, മീറ്റിംഗ് സംഘടിപ്പിക്കുക, എങ്ങനെയാണ് ആശംസ നന്ദി പറയുക. അതൊക്കെ പലപ്പോഴും മുതിർന്നവർക്ക് അറിയാൻ പാടില്ല. എന്നാൽ ചുമ്മാച്ചക്കാരെ കടനകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ളതായ ഒരു ചവിട്ടുപടിയായിട്ട് ഈ ഒന്നാം ഗ്രൂപ്പിൻ്റെ ഇവരുടെ എല്ലാ ഗ്രൂപ്പുകളുടെയും പരിപാടികളാകട്ടെ സംഘടിപ്പിക്കുന്നവരെ അഭിനന്ദിക്കുന്നു. നല്ല പ്രോഗ്രാംസ് നമ്മൾ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ബഹുമാനപ്പെട്ട അധികരിച്ച പ്രൊമോട്ടേഴ്സ് എൻ്റെ ഒരു ആശംസ കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല കുട്ടികൾ. കാരണം കുട്ടികളായിട്ടുള്ള പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട്, അതിലേക്കാണ് കുട്ടികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ 2 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഓഗസ്റ്റ് 15 തീയതിക്ക് ശേഷം ഇപ്പോൾ ഗ്രൂപ്പ് 1 മീറ്റിംഗാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇതിനൊക്കെ ഒന്നുകൂടി നല്ലതായിരിക്കണം ഗ്രൂപ്പ് 2 അങ്ങനെ ഒന്നുകൂടി നല്ലതായിരിക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മളെല്ലാ കുട്ടികളും നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം. ഇതിനെ പ്രവർത്തിച്ച കുറേയധികം കുട്ടികളുണ്ട്. ഇതിലേക്ക് വന്ന് ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു, അതിന് നേതൃത്വം കൊടുക്കുന്ന ടീച്ചർമാരുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ രീതിയിലും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറയുന്നതിനായി ഗ്രൂപ്പ് മെമ്പർ നോയൽ ടോമിനെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി 1ാം ഗ്രൂപ്പ് മീറ്റിംഗിൽ അധ്യക്ഷത അലങ്കരിച്ച ഗ്രൂപ്പ് ലീഡർ പറയുന്നു. 2ാം ഗ്രൂപ്പ് ലീഡർ അത് പറയുന്നു. ഇന്നത്തെ ഗ്രൂപ്പ് മീറ്റിംഗിനെ ആശംസ അർപ്പിച്ച പ്രമോട്ടർ സാറും പിന്നെ ഞങ്ങളെ മാസ്റ്റർ ജോസാറും നന്ദി പറയുന്നു. PCC മെമ്പർ ജോലിയായിട്ട് നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ച് അധ്യാപകർ നമ്മുടെ എല്ലാ കുട്ടികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി ചെയ്യുന്നു. അടുത്തതായി കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. 1ാം ഗ്രൂപ്പിലെ കലാപരിപാടികളുടെ ഭാഗമായി മനോഹരമായ ഒരു ക്രൂസ് അവതരിപ്പിക്കുന്നത് ബീജ്, അലീന ആൻഡ് ജിഷ.
എത്രയും സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ, ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രൊമോട്ടേഴ്സ്, മറ്റു മതാധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിനെ പറ്റി പറയാനാണ്. നമുക്കെല്ലാം അറിയുന്നതുപോലെ ഈ കഴിഞ്ഞ ആഗസ്റ്റ് 15-ാം തീയതിയാണ് നാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആചരിച്ചത്. രണ്ടാം വത്തിക്കാൻ സിനോദോസ് മാതാവിൻ്റെ സ്വർഗാരോപണത്തെ പറ്റി പറയുന്നത് ഇങ്ങനെ: ജന്മപാപമില്ലാതെ പരിശുദ്ധ കന്യകാമറിയം ആത്മശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും പ്രപഞ്ചത്തിന്റെ മുഴുവൻ രാജ്ഞിയായി ദൈവത്താൽ ഉയർത്തപ്പെടുകയും ചെയ്തു എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവർ ഏലിയായും ഹേനോക്കുമാണ്. മാതാവിന്റെ മരണം AD 45-ൽ 62-ാം വയസ്സിൽ നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മാതാവ് സിയോൻ ഭവനത്തിൽ താമസിക്കുമ്പോഴാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. മാതാവ് മരിച്ചു എന്ന് പറയാൻ ആരും ധൈര്യപ്പെടുന്നില്ല. കാരണം മാതാവിന് ജന്മപാപം ഉണ്ടായിരുന്നില്ല. ജന്മപാപത്തിന്റെ ശിക്ഷയായ മരണത്തിന് അമ്മയുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. മിസ്റ്റർ പീറ്റർ ഡാമിയൻ പറയുന്നത് ഇങ്ങനെ: ഈശോയുടെ സ്വർഗാരോപണത്തെക്കാൾ മഹത്വമേറിയതാണ് മാതാവിന്റെ സ്വർഗാരോപണം. കാരണം ഈശോയുടെ സ്വർഗാരോപണത്തിന് മാലാഖമാർ ഈശോയെ സ്വീകരിക്കാൻ വന്നു. എന്നാൽ മാതാവിന്റെ സ്വർഗാരോപണത്തിന് മഹത്വത്തിന്റെ രാജാവായ കർത്താവും മാലാഖമാരും വിശുദ്ധ ഗണം മുഴുവനും മാതാവിനെ സ്വീകരിക്കാനായി വന്നു. പരിശുദ്ധ മാതാവിന്റെ സിംഹാസനം തന്റെ പുത്രനായ ദൈവത്തിന്റെ വലതുഭാഗത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. മാതാവിന്റെ സ്വർഗാരോപണം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: സ്വർഗ്ഗം നമ്മെ കാത്തിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതിനാൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആവേ മരിയ. വീണ്ടും ഒരു മനോഹരമായ ഗാനമായിരുന്നു ശ്രീമ. ും
ഇതായിരുന്നു ഒന്നാം ഗ്രൂപ്പിലെ അംഗങ്ങൾ. ഭാരതത്തിന്റെ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആഘോഷിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലെ പ്രതിനിധീകരിച്ച ഓരോ ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഇത് ഫാഷൻ ഷോ മാത്രമല്ല, നിങ്ങൾക്ക് ഇതൊരു മത്സരം കൂടിയാണ്. ഓരോ ആൾക്കാർ ഇവിടെ വരുമ്പോൾ ആ പ്രദേശത്തെ പറ്റിയുള്ളൊരു ക്ലൂ ഇവിടെ തരും. അപ്പോൾ ഉത്തരം അറിയാവുന്നവർ ആദ്യം കൈ പൊക്കി ഉത്തരം പറയണം. കൈ പൊക്കാണ്ട് ആരും ഉത്തരം പറയരുത്. സമ്മാനമുണ്ട്. അഞ്ച് നദികളുടെ നാടെന്ന് അറിയപ്പെടുന്നു. സവിശേഷമായ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും പേരുകേട്ട നാട്. സിഖ് മതവിശ്വാസികളാണ് ഏറ്റവും മലയാള സംസ്ഥാനം. സുവർണ ക്ഷേത്രം ഇവിടേക്ക് വിശ്വാസികളെ മാത്രമല്ല സഞ്ചാരികളെയും ആകർഷിക്കുന്നു. ആദ്യമായി കൈപൊക്കിയത് അവിടെ ഏഞ്ചലാണ്. അപ്പോൾ ഒന്ന് ഉത്തരം പറയാം. എവിടെയാണ് ആരും സമ്മാനം നൽകുന്നതിനായി ഇതാര് പ്രൊമോട്ടേഴ്സ് ആകർഷിക്കുന്നു. ചോദ്യം: ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം, ശ്രീലങ്കയുമായി രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. ഈ സംസ്ഥാനത്തിന്റെ പ്രധാന കലാരൂപമാണ് ഭരതനാട്യം. പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ ഊട്ടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അവിടെ അമ്മല വൈവൊക്കെ അറിയാവുന്നവര് തമിഴ്നാട്. കറക്റ്റ് ആൻസർ തമിഴ്നാട്. സമ്മാനം നൽകുന്നതിന് അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂ പ്രദേശമായ കാർ മരുഭൂമിയുടെ ഭൂരിഭാഗവും ഈ സംസ്ഥാനത്താണ്. ഇന്ത്യൻ ചരിത്രത്തിൽ നിർണായക സ്ഥാനം വഹിച്ചിട്ടുള്ള സംസ്ഥാനം. അനേകം സാംസ്കാരികവും സാമൂഹ്യ വാണിജ്യ വികസനത്തിൽ ആഴത്തിൽ അടയാളങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള സംസ്ഥാനം. ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ 4ാമത്തെ സംസ്ഥാനം. ബീച്ച് ടൂറിസത്തിൽ ലോകത്തിൽ തന്നെ മികച്ച കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ സംസ്ഥാനം. ആൻസർ ഗോവ. അടുത്തത്: ഇന്ത്യയുടെ ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ന് ഇത് കേന്ദ്രഭരണ പ്രദേശമാണ്. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഭൂപ്രദേശം അതിമനോഹരമാണ്. ആൻസർ ജമ്മു ആൻഡ് കാശ്മീർ. അടുത്തത്: ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് അറ്റത്തുള്ള സംസ്ഥാനം. അറബിക്കടലിലും സഖ്യപർവ്വതത്തിനും ഇടയിലായി കിടക്കുന്ന ഭൂപ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷാഗന്ധർവ്വമുള്ള സംസ്ഥാനം. സസ്യശ്യാമളവും ജലസമൃദ്ധവുമായ ഈ സംസ്ഥാനം മഴയുടെ സ്വന്തം നാടായി വിശേഷിപ്പിച്ച ആൻസർ കേരളം.
ഒന്നാം ഗ്രൂപ്പിന്റെ മീറ്റിംഗ് അവസാനിക്കുന്നു. പാപ്പ മംഗളത്തിനായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക.